ഓടിച്ച് അവിടെ വളഞ്ഞ് എങ്ങും പോകാത്ത ഒരു പരുവമാക്കിയിട്ട് അവൻ്റെ മുമ്പിലാക്കിയിട്ട് കൊടുത്തിട്ട് അവള് വെറുതെ നോക്കിയിരുന്നു. യവൻ പിടിച്ചു പോകുന്നു. അപ്പോഴേ എനിക്ക് അവന് അത് മനസ്സിലായി. അവൻ്റെ ആ ഒരു ദേഷ്യം, അവന് ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവന് ദേഷ്യം വന്നാൽ എന്താ അവൻ ചെയ്യുന്നതെന്ന്. നമ്മുടെ ലിയോയ്ക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് എന്തോന്ന് ഞാൻ കാണിച്ചു തരാം. ലിയോ വന്നേ, വന്നേ, ഇഞ്ഞു വാ, അവിടെ ഇരുന്നേ. എന്നാലും അവന് രസിക്കുന്നില്ല. കണ്ടോ ഓടുന്നേണ്ടോ, അവനങ്ങോട്ട് രസിക്കുന്നില്ല. ലിയോ ഒരു കാര്യം പറയട്ടെ, അതാ ഓടുന്നത്. ലിയോ ഇഞ്ഞൊന്നാണ് വാടാ ഇങ്ങോട്ട്. വരത്തില്ല വരത്തില്ല. വരത്തില്ല എനിക്കറിയാൻ വരത്തില്ലെന്ന്. എടാ ഇങ്ങോട്ട് വരാൻ, എടാ ഒരു കാര്യം പറയാനാ നിന്റെ അടുത്ത്. ബിസ്ക്കറ്റ് വേണോ ആർക്ക്? വാ വന്നാണ്. എന്തോ പ്രശ്നം എന്നറിയാം, പറയാം. അവിടെ ഇരുന്നേ, അവിടെ ഇരിക്ക്. ഇപ്പൊ കുഴപ്പമില്ല. മറ്റേ എന്നെ കൊല്ലാൻ വരുമായിരുന്നു. ഇത് സംഭവം വേറെ ഒന്നും ചെവി പിടിച്ച അവന് കടിച്ചു കീറാതിട്ട്. ഇപ്പം പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഒരു പൂച്ച വരാറുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള ഒരു പൂച്ച. അപ്പോൾ ഒരു നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു നാടൻ പൂച്ചയാണ്. ബാക്കിൽ വരും. അപ്പം അത് വരുന്നൊരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് ഇവർ രണ്ടുപേരെ മുറിയിലാക്കിയിട്ട് ബിന്ദു കുറച്ച് ഫുഡ് കൊടുക്കും, അത് കഴിക്കും, അങ്ങ് പോകും. ഇപ്പോൾ 2 ദിവസം മുമ്പ് വളരെ യാദൃച്ഛികമായിട്ട് മിണ്ടാരി കാര്യം പറയുന്നതിനിടയ്ക്ക് നീ കയറി സംസാരിക്കല്ലേ. നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വർത്തമാനം പറഞ്ഞു കണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് വെച്ചിട്ടുണ്ട്. നീ കയറി അവിടെ മര്യാദയ്ക്ക് അവിടെ കയറി പോകും. അപ്പം 2 ദിവസം മുമ്പ് ഈ സമയം തെറ്റിച്ച് ഈ പൂച്ച താഴെ വന്നു. അപ്പം ഞങ്ങൾ അറിഞ്ഞില്ല. ആദ്യം കണ്ടത് എവിടെ കണ്ടിട്ട് ആ പൂച്ചയെ അവൻ ഓടിച്ച് യവനെയും വിളിച്ച് രണ്ടുപേരും കൂടെ താഴെ ചെന്നിട്ട് ആ പൂച്ച രണ്ടുപേരും കൂടെ വളഞ്ഞ് അതിനെ പിടിച്ച് ഇവളെ നോക്കിയെന്നേ ഉള്ളു. ഇവനെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. പിന്നെ അവൻ പൂച്ചയെ പിടിച്ചു, നടുവിനോ മറ്റോ പിടിച്ചു. അപ്പം ഞാനിവിടെ നിന്ന് ബഹളം കേട്ട് ഓടി ചെല്ലുന്ന സമയത്ത് പൂച്ച പിന്നെ ലിയോയുടെ മുഖത്തിരിക്കുക, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പൂച്ചയെ പിടിച്ചിട്ടുണ്ട്, അവനും പിടിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പിടിച്ച് തറയിലടിച്ചു. അപ്പം ഞാൻ ചെന്ന് പിടിച്ച് മാറ്റിയപ്പോഴത്തേക്കും ആ പൂച്ച ചത്തുപോയി. പൂച്ച പിടിച്ച് കൊന്നു കളഞ്ഞ്. അപ്പം ലിയോയ്ക്ക് ശരിക്കും പരിക്ക് കിട്ടി. മൂക്കിൽ മാന്ത് കിട്ടി, ചെവിയിൽ മാന്ത് കിട്ടി. ഭാഗ്യത്തിന് കണ്ണിലൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അതൊരു മഹാഭാഗ്യം. അപ്പോൾ ഇവിടെ വന്നിട്ട് അവൻ്റെ ചെവിയിൽ തൊടാൻ സമ്മതിക്കത്തില്ല. ചെവി തൊട്ടാൽ കൊന്നുകളെ. അപ്പം ഞാനത് വഴക്ക് പറഞ്ഞു, പൂച്ച കൊന്നതിന് വഴക്ക് പറഞ്ഞ് നേരെ വന്ന് കട്ടിലിൻ്റെ കീഴിൽ കയറി അവിടെ ഇരുന്ന് ഒരു 2 മണിക്കൂർ പിണങ്ങി അവിടെ ഇരുന്ന്. പിന്നെ ഞാൻ വിളിക്കുന്നത് നോക്കിയിരുന്നു. അതുമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് പിന്നെ ലോകമായി. പിന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് പിന്നെ അവന് വാക്സിനേഷൻ ആദ്യത്തെ. അപ്പം ഇങ്ങനെ ഒരു നമുക്ക് സംശയമുള്ളൊരു കേസാണെങ്കിൽ അപ്പം പിന്നെ ഒരു കോഴ്സ് 3 ഡോസാണ്. അപ്പം 3 ഡോസ് വാക്സിൻ എടുക്കണം. അപ്പം ഒരു ഡോസ് കഴിഞ്ഞു, രണ്ടാമത്തത് ഇന്ന് വരും. അപ്പോൾ അത് വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. അപ്പം ഡോക്ടറുടെ സൗകര്യം കൂടെ നോക്കിയിട്ടാണ് വന്നിട്ട് വാക്സിൻ എടുക്കുന്നത്. അപ്പം ഇതിനിടയ്ക്ക് അവൻ ചെവിയിൽ തൊടാൻ സമ്മതിക്കത്തില്ല, ഞാൻ തൊടാൻ സമ്മതിക്കത്തില്ല. ഇനി വന്നേ, മുറിവ് കരിഞ്ഞതുകൊണ്ടാ. അപ്പം മുറിവെല്ലാം കരിഞ്ഞു. നോക്കട്ടെ, അല്ലേ കൊല്ലു. അവിടെ ഇരുന്നേ, ഇരുന്നാണ് കേട്ടോ. ഇവിടെ ഒരു പേടിയുണ്ട് തൊടുമ്പോ. കണ്ടോ ഇത് കേട്ടോ, ചെവിക്ക്. ഇല്ല ഇപ്പൊ കരിഞ്ഞു. മറ്റേ തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ തൊടാൻ കുഴപ്പമില്ല. മറ്റേ ചെവിയിൽ തൊടാൻ സമ്മതിക്കില്ലായിരുന്നു, കൊല്ലുമായിരുന്നു. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ മുറിവുണ്ടായിരുന്നു, അതെല്ലാം കരിഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ണിനകത്ത് പറ്റില്ല. ഞാൻ നോക്കുമ്പം പൂച്ച ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഒരു പിടി അവന്റെ വായിലുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പൂച്ച. എന്താ ചെയ്യാനാ, കൊന്നു കളഞ്ഞതിന് പാവത്തിന്. ഒരു പാവം പിടിച്ച പൂച്ച. അത് എന്തോ ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും.
അതിന്റെ ശരിക്കും കാരണക്കാരി യവൻ അറിയത്തില്ലായിരുന്നു എവളാണ് ഈ ഇതിന്റെ കാരണക്കാരി. എന്നിട്ട് എവള് ചെന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവള് മാറിയെന്ന്. അതാണ് ഈ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. കാര്യം അവളതിന്റെ പൂച്ചയുടെ അടുത്തോട്ട് പോയില്ല, ഓടിച്ച് അവിടെ വളഞ്ഞ് എങ്ങും പോവാത്ത ഒരു പരുവമാക്കിയിട്ട് അവന്റെ മുമ്പിലാക്കിയിട്ട് കൊടുത്തിട്ട് അവള് വെറുതെ നോക്കിയിരുന്നു. യവൻ പിടിച്ചു പോകും. യവനാണ് ആക്രമണം. ചെയ്തത് അവനും കുറ്റമല്ല, കുറ്റം അവൾക്ക് തന്നെയാണ്. അവളാണ് ഇതിന്റെ കാരണക്കാരി. കാര്യം ഇതാ പറയുന്നത്, പെണ്ണുങ്ങളെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ആണുങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇവര് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇവള് വെറുതെ ഇവിടെ കിടന്നതാന്ന്. വെറുതെ അവനെ കണ്ടതുമില്ല. അവൻ ഇവിടെ മുറിക്കകത്ത് കിടക്കുകയായിരുന്നു. ആ പൂച്ചയെ കണ്ടിട്ട് അവനെ വിളിച്ചു കൊണ്ടു ചെന്നിട്ടാണ് അതിനെ കൊന്നത്. പാവം എന്താ ചെയ്യുന്ന പോട്ടെ, അല്ലാതെ എന്താ ചെയ്യുന്നേ. അങ്ങനത്തെ സാധനങ്ങളാണ് രണ്ടുപേര്. രണ്ടാമത്തെ ഡോസിന് രണ്ടുപേരും രണ്ടിടത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എവിടെ പൂച്ച വരുന്നു, എലി വരുന്നു. പൂച്ചയും പട്ടിയും വന്നാൽ കൺട്രോൾ. പൂച്ചയും പട്ടിയല്ല, ഒരു ജീവിയും ഈ പറമ്പിനകത്ത് വെച്ചിട്ട് ഒരു ജീവിയെ വെറുതെ കണ്ടാല് വെറുതെ വിടത്തില്ല. എന്തിനൊരു എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു സംഭവമാണ്. ഒരു ദിവസം നമ്മളെയൊക്കെ കുത്തുന്ന ഒരു ഈച്ച, എന്ത് പറയുന്നതിന്, ഒത്തിരി വലിപ്പമുള്ളൊരു ഈച്ച, ഈ പശുവിനെയൊക്കെ കുത്തുന്ന ഒരു വലിയൊരു ഈച്ച. ഒരു ഈച്ച വന്നിട്ട് ലിയോയുടെ കാലിൽ കുത്തി. അവൻ അതിനെ ഓടിച്ച് ഈ പറമ്പ് മുഴുവനിട്ട് ഓടിച്ചിട്ട് അതിനെ പിടിച്ചു കൊന്നു കളഞ്ഞു. നമ്മുടെ മുറ്റത്ത് ഓടിച്ചിട്ട് പിടിച്ചെന്നുള്ളതാണ്. അതിനെ പിടിച്ച് കൊന്നു കളഞ്ഞു, പിടിച്ച് ചവച്ചരച്ച് താഴെയിട്ട് അവനെ കുത്തിയതിന്റെ ആ ഒരു അവിടെ എനിക്ക് അത് മനസ്സിലായി. അവന്റെ ആ ഒരു ദേഷ്യം, അവന് ആരെങ്കിലും ഉപദ്രവിച്ചാല് അവന് ദേഷ്യം വന്നാൽ എന്താ അവൻ ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ള ഒരു സാധനം, ഒരു ചവച്ച് തുപ്പി താഴെയിട്ട്. ഭയങ്കര സാധനം. പക്ഷെ ലൈക്കയെ സംബന്ധിച്ചിടത്തോളം ലൈക്കയ്ക്ക് ഉപദ്രവിക്കത്തില്ല. ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല. എന്തിനും ഉപദ്രവിക്കണം? ഇതുപോലെ ഉപദ്രവിക്കാൻ കൊണ്ട് കാണിച്ചു കൊടുത്താൽ പറയാം. നിങ്ങൾക്ക് പിടിയടാന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ട് ചെന്ന് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള സാധനമാണ്. ലൈക്കയ്ക്ക് അവളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ചെയ്ത് വേദന എടുത്തു കഴിഞ്ഞാല് അവളൊന്നും അനങ്ങനെ നാക്ക് നീട്ടിട്ട് വേദന എടുക്കുന്നെന്ന് നമുക്ക് മനസ്സിലാവും. വാ, അവിടെ ഇരിക്കേ ഡൗൺ. വേണ്ട, ചിരിച്ചു കഴിഞ്ഞാ പിന്നെ കാര്യമില്ല. നമ്മള് ഗൗരവത്തിൽ പറഞ്ഞാലേ നമുക്ക് അത് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. സീരിയസ് ആക്കത്തില്ല. അപ്പൊ ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നെന്ന് കാണാം. നമുക്ക് വൈകുന്നേരം ഇഞ്ചക്ഷൻ എടുക്കും. കൊണ്ടുവന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കും. പൂച്ചയെ പിടിച്ച് അത് പേടി, അതിനങ്ങനെ പേടിയില്ല, ഓടിക്കളയുക. പക്ഷെ ഇതെവിടെ വരയാങ്ങാണ്ട് ഇല്ല. അതിനു മുമ്പ് ഇവിടെ പാഞ്ഞങ്ങി വലയുടെ അവിടെ ചെന്നില്ല. അതിനു മുമ്പ് ഇവള് പാഞ്ഞങ്ങി എന്നിട്ട് അവൾ അതുവഴി പോവാൻ സമ്മതിക്കാതായി. അപ്പോഴേക്ക് അവനും ചെന്ന് രണ്ടുപേരും കൂടെ അവിടെ ആ നെല്ലിയുടെ വെട്ടി ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാക്കി. പാവമായി, എന്തൊരു കഷ്ടമായി വലിയ കൂട്ടാ. അല്ലെങ്കിൽ വല്ലപ്പോഴും വരുന്ന കൊടുക്കും. ഒരു പൂച്ച ഉണ്ടെങ്കിൽ വല്ലപ്പോഴും വന്നാല്. ഇത് മാത്രമല്ല, വേറൊരു പൂച്ചയുണ്ട്. പക്ഷെ അതുങ്ങളൊരു കാര്യമുണ്ട്, ഇതുങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് തന്നെ വരികയും ചെയ്യും. വന്നിട്ട് ഓടിക്കളയും, ഭയങ്കരമായിട്ട് ഓടി മരത്തിലൊക്കെ കയറുന്നത്. പക്ഷെ യാദൃശ്ചികമായിട്ട് കിട്ടിപ്പോയതാ. എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. നോക്കുന്നുണ്ട്, അത് പറഞ്ഞപ്പോ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ കള്ളൻ? നോക്കുന്നു അച്ഛനെ. ഒരു പൂച്ചയെ എങ്ങും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇവളാക്കിയിട്ട് കൊടുത്ത് അവൻ ഓടിച്ചെന്ന് പിടിച്ചു. അല്ല, എവളെ ആദ്യം കണ്ട ഇവക്ക് അതിന് വേണമെങ്കിൽ എവളെ രക്ഷപ്പെട്ട് ഓടി പോകാമായിരുന്നു. അതിനു മുമ്പ് എവള് പോയി കവർ ചെയ്തിട്ടാണ് ഇവനിട്ട് കൊണ്ട് പിടിപ്പിച്ചത്. ആ പിടിച്ചിട്ട് ഇവൻ പിടിക്കുന്ന സമയത്ത് ഇവളവിടെ നോക്കി നിന്ന. വെറുതെ ഞാൻ ചെല്ലുമ്പം യവനാ പൂച്ച പിടിക്കുന്നത്. എവിടെ അനങ്ങാതെ കൂളായിട്ട് പിടിയടാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൊല്ലിച്ചളഞ്ഞു. പാവം, നിന്റെ പേരില്
നിന്റെ പേരിൽ കേസ് എടുക്കും. നിങ്ങൾ രണ്ടുപേരുടെ പേരിലും കേസ് എടുക്കേണ്ടതാ. ആ നോക്കിക്കോ. ആ പറഞ്ഞേട്ടാ, രണ്ടുപേരുടെ പേരിലും കേസ് എടുക്കേണ്ടതാണ്. നോക്കണ്ട രണ്ടുപേർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി പൂച്ചയെ പിടിക്കാൻ പോട്ടെ, അടിച്ച് ചന്തി പൊട്ടിക്കും. നോക്കിക്കോ. പൂച്ച പിടിക്കാൻ അത് ഒന്നാമത്തെ പ്രശ്നം. അത് രണ്ടാമത്തെ പറഞ്ഞാൽ വാക്സിൻ എടുക്കണ്ടേ കൊണ്ടുപോയി. അതെ, ഡോക്ടർ വീട്ടിൽ വന്നിട്ടാണ് വാക്സിൻ എടുത്തത്. വീട്ടിൽ വന്ന വാക്സിൻ എടുക്കുന്നത്. കാരണം ഇങ്ങനെ അലഞ്ഞടക്കുന്ന പൂച്ചയാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഇവിടുത്തെ കാര്യമല്ല, മറ്റേ നമ്മുടെ കൂട്ടത്തിലായാലും ശരി തന്നെ ഇവര് പുറത്തുള്ള ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സമ്പർക്കമോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുക്കണം ഉറപ്പായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ധൈര്യത്തിന് കൂടിയാണ് അത്. ഇത് സ്ഥിരമായിട്ട് വരുന്നതാണെങ്കിൽ പോലും അറിയത്തില്ലല്ലോ. കാര്യം അത് കൊന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അതിനെ നിരീക്ഷിക്കാമായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാമായിരുന്നു. ഇത് പിന്നെ നമുക്ക് കൊന്നുകളഞ്ഞ്, അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വാക്സിൻ എടുക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. കിടക്കുന്നതല്ല. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വരും. അപ്പം പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. ലേക്ക് മുറിയിലാക്കി ഇയാളെ ഇനിയിപ്പം മാസ്ക് ഇടണം. മാസ്ക് എന്ന് പറഞ്ഞാൽ ഇവനെ അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ സാധാരണഗതിയിൽ അവൻ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴോ അല്ലെ അങ്ങനെയുള്ള വിഷയത്തിൽ അവൻ പിന്നെ അനങ്ങാതിരിക്കത്തേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല, ബഹളമൊന്നും ഉണ്ടാകത്തില്ല. അനങ്ങാതെ ആരുടെയെങ്കിലും മടിയിൽ തല വെച്ച് അനങ്ങാങ്ങിരിക്കും. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ. അപ്പോൾ എന്തായാലും വരുന്നവരുടെ ഡോക്ടറുടെ ധൈര്യത്തിന് നമ്മളൊരു മാസ്ക് ഇടണ്ടേ. മാസ്ക് ഇടണോ? ആ അങ്ങനെ ഇട്ടിരുന്നാൽ മതി. വേണ്ടേ? പൂച്ച പിടിച്ചെന്തിനാ? എടാ ലിയോ അങ്ങനെ ഈ കാലിലല്ലേ എടുത്തേ? ഇപ്പുറത്തെ കാലിലല്ലേ? മരുന്നാന്ന് വെള്ളിയാഴ്ചയോ? അപ്പം 1, 3, 5 അങ്ങനെയാണ് അതിന്റെ. പിന്നെ ആദ്യം എടുത്തതിന്റെ 3-ാം ദിവസം അടുത്ത ഡോസ്, അത് കഴിഞ്ഞ് 5-ാം ദിവസം അടുത്ത ഡോസ്. അങ്ങനെ അതിന്റെ പിന്നെ ഇത് വരുന്നത്. അപ്പം ഈ കാലിൽ അങ്ങനെ എടുത്ത ഇങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇരുന്നത്. ഇന്ന് അപ്പുറത്തെ കാലിലെടുക്കാം. വേണ്ട പൂച്ച പിടിച്ചിട്ടാണ്. നല്ലോണം കെട്ടിക്കും. മടിയിലോട്ട് തല വെച്ചിരുന്നോണം. ഇരിക്കവിടെ ഇരിക്കെ. അച്ഛന്റെ മടി തല വെച്ചിരുന്നോ? അച്ഛന്റെ മടിയിലോട്ട് തല വെച്ചിരുന്നോ? ഇരിക്കണം. ഇരിക്കെ അനങ്ങായിരിക്കെ. ഞാൻ വരണം? വേണ്ട. ഞാൻ വരണം? വേണ്ട. ഞാൻ വന്നാലും പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ രണ്ടുപേരെ പിടിക്കേണ്ടി വന്നു. കുഴപ്പമില്ല. ഒരു യുദ്ധം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്ന് ഡോക്ടറെ കണ്ടപ്പം ഒരു ദേഷ്യം വന്നു. ഇപ്പൊ കുഴപ്പമില്ല, ശാന്തനായില്ല. കുത്ത് കിട്ടിയപ്പോ സമാധാനമായി. പിന്നെ നേരത്തെ ചെവിയിൽ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, അതെല്ലാം മുറിവെല്ലാം കഴിച്ചെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും ഒരു അസ്വസ്ഥതയുണ്ട്. ഇനി കെട്ടൊക്കെ കഴിച്ചു തരാം. പോയി അതിന്റെ അടിഭാഗം പൊട്ടിപ്പോയി. അതിന്റെ അടിഭാഗം, ആ മാസ്കിന്റെ അടിഭാഗം പൊട്ടിയാ? എനിക്ക് വേണേ ഒരു കടി വരെ കൊടുക്കാം. ഇത് വേറെ മേടിച്ചേ പറ്റും. മാസ്ക് എല്ലാം പൊട്ടിപ്പോയി. അല്ല എന്നാലും പിന്നെ അങ്ങനെ അത്ര ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇല്ല, ഡോക്ടറെ കണ്ടപ്പം നേരത്തെ ഒന്നൊരു സൂചി കുത്തി വേദനിച്ചിട്ടുണ്ടാകും കേട്ടോ. ഒരു വേദനയുടെ കൂടെ അടുത്ത വേദനയും കൂടെ ആയപ്പോഴത്തേക്ക് അവന്റെ കൺട്രോൾ പോയി. വന്നതുകൊണ്ടായിരിക്കും. എന്തോ ചെയ്തോനെ മക്കളെ, എന്തോ ചെയ്ത്? ഇഞ്ചക്ഷൻ എടുത്താ? വരാതിരിക്കാൻ വേണ്ടിയല്ലേ? അച്ഛൻ തടവി തരാം. തടവി കൊടുത്തില്ല. തടവി കൊടുത്തു. വെള്ളം കുടിച്ചു പോയി.